ഒമേഗ 3 എന്ന് പറഞ്ഞൊരു ഘടകം ഈ വെജിറ്റബിൾ ഓയിലുകളിൽ ഒന്നിലുമില്ല. ഒരു വെജിറ്റബിൾ ഓയിലില്ല. അത് ഉണ്ട് ഈ ഫ്ലാക്സ് സീഡ് ഓയിൽ പോലുള്ള ചില ഓയിൽ മാത്രമേ ഒലിവ് ഓയിലുണ്ട്. ഒലിവ് ഓയിലും ഫ്ലാക്സ് അതെല്ലാം കോസ്റ്റ്ലിയാണ്, സാധാരണക്കാർക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. വെജിറ്റബിൾ എല്ലാം നല്ലതാണെന്ന് നമ്മൾ കരുതുമ്പോൾ വെജിറ്റബിൾ ഓയിൽ നല്ലതാണോ? സൺഫ്ലവർ ഓയിൽ, കോൺ ഓയിൽ എന്നിവയെല്ലാം ശരീരത്തിന് നല്ലതാണോ ദോഷകരമാണോ? അതായത് നമുക്കിപ്പം ഓയിലുകളിൽ ഏറ്റവും പ്രധാനം നമുക്ക് ഈ ഓയിലുകളിൽ കിട്ടുന്നതാണ് പിന്നെ ഇത് ഒമേഗ 3 എന്ന് പറഞ്ഞൊരു ഘടകം ഈ വെജിറ്റബിൾ ഓയിലുകളിൽ ഒന്നിലുമില്ല. ഒരു വെജിറ്റബിൾ ഓയിലില്ല. അത് ഉണ്ട് ഈ ഫ്ലാക്സ് സീഡ് ഓയിൽ പോലുള്ള ചില ഓയിൽ മാത്രമേ ഒലിവ് ഓയിലുണ്ട്. ഒലിവ് ഓയിലും ഫ്ലാക്സ് അതെല്ലാം കോസ്റ്റ്ലിയാണ്, സാധാരണക്കാർക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. ഈ ഫ്ലാക്സ് സീഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടിക്കില്ല. ഒലിവ് ഓയിലും ഉണ്ട്, പിന്നെ തവിടെണ്ണയിലൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ തവിടെണ്ണ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് തവിടെണ്ണയല്ല നമുക്കിവിടെ. ഈ വെജിറ്റബിൾസ് നല്ലതാണെങ്കിലും അതിൻ്റെ ഓയിൽസ് പിന്നെ അങ്ങനെ ആക്കി എടുക്കുമ്പോൾ അത് സംസ്കരിച്ചിട്ടാണല്ലോ എടുക്കുന്നത്. ആ ഓയിലുകൾ നമുക്ക് ഓയിലായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ തേങ്ങ ഇപ്പോൾ ഓരോ പ്രദേശത്തുണ്ടാകുന്ന വെജിറ്റബിൾസ് ഓയിലാണ് അവിടുത്തെ ഏറ്റവും നല്ലത്. ഇപ്പം കേരളത്തിൽ ഏറ്റവും നല്ല വെളിച്ചെണ്ണ തന്നെയാണ്. നിലക്കടല ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് ആ നിലക്കടല തന്നെയാണ് നല്ലത്. സൺഫ്ലവർ ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് സൺഫ്ലവർ ഓയിലാണ് നല്ലത്. പക്ഷെ അതിലൊന്നും ഈ ഒമേഗ 3 ഇല്ല. അത് വേറൊരു കാര്യം. ഒമേഗ 3 അതിലൊന്നും കിട്ടുന്നില്ല, നമുക്ക് വേണ്ടത് കിട്ടുന്നില്ല. ഞാൻ ചില പഠനങ്ങളിൽ വായിച്ചു, വെളിച്ചെണ്ണ, പ്യുവർ വെളിച്ചെണ്ണ കുടിക്കുന്നത് മറവി സംബന്ധം അമ്നീഷ്യ പോലുള്ള രോഗങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമാണ്. ഞങ്ങളും പണ്ടേ പറയുന്നുണ്ട്, വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ഞങ്ങൾ പറയുന്നത്. അത് ചക്കലാട്ടി എടുത്തതിന് വേണ്ടി നല്ല വെളിച്ചെണ്ണ കിട്ടുവാണെങ്കിൽ അതല്ലേ നമ്മുടെ ഇവിടെ ലോക്കൽ ആട്ടി എടുക്കുന്നത്. ഈ കമ്പനി അതായത് ഇത് അരിച്ചുമ്പോൾ അതിൻ്റെ ബ്രാൻഡഡ് അല്ലാത്ത വെളിച്ചെണ്ണ, പച്ചത്തേങ്ങയിൽ വെളിച്ചെണ്ണ എടുക്കാനുള്ള സംരംഭം ഇപ്പോൾ ഉണ്ട്, പുതിയ സംവിധാനം ഉണ്ടല്ലോ. അതായത് തേങ്ങയിൽ നിന്നാണ് നേരെ കൊപ്രയാക്കാണ്ട് പച്ചത്തേങ്ങയിൽ നിന്ന് ചെറിയ എടുത്ത് അതിൻ്റെ പാലെടുത്തിട്ട് ഉണ്ടാക്കുന്ന എണ്ണയാണ്. പിന്നെ അതിന് വെർജിൻ കോക്കനട്ട് ഓയിൽ പറയുന്നില്ലേ, അതിന് പിന്നെ ഈ കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ മുലപ്പാലിൽ നിന്ന് ചില ഘടകങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. അത് മുലപ്പാൽ കഴിഞ്ഞാൽ പിന്നെ ഈ എണ്ണയിലേ ഉള്ളൂ എന്നാണ് പറയുന്നത്, ശാസ്ത്രം പറയുന്നത് തന്നെ. അപ്പോൾ അത് കുടിക്കുന്നതിനോ അത് ഉപയോഗിക്കുന്നതിനോ കുഴപ്പമില്ല. ഇത് പിന്നെ ഇതിൽ കുഴപ്പം വരുന്നത് തന്നെയും പിന്നെയും ചൂടാക്കി ഉപയോഗിക്കുമ്പോഴാണ് ഇതെല്ലാ എണ്ണയും കുഴപ്പം വരുന്നത്. ഒരു പ്രാവശ്യം ചൂടാക്കി ഉപയോഗിച്ചാൽ വലിയ കുഴപ്പമില്ല. ഞങ്ങളെല്ലാം പച്ച വെളിച്ചെണ്ണയാണ് കറിക്കകത്തെല്ലാം ഉപയോഗിക്കുന്നത്, ചൂടാക്കിയിട്ട് ഉപയോഗിക്കാറേ ഇല്ല. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചാൽ വലിയ കുഴപ്പമില്ല. നേരെ മറിച്ച് ചൂടാക്കുമ്പോഴേ ഇത് ഘടനയിൽ വ്യത്യാസം വരും. ഈ ഹോട്ടലുകളിലൊക്കെ എണ്ണ അടുപ്പിൽ വെച്ചാൽ അത് ഒരിക്കലും മാറ്റുന്നേ ഇല്ല, കുറയുന്നത് പിന്നെയും ഒഴിച്ചു കൊടുക്കുന്നത്. അത് ചൂടാക്കി വരുമ്പോൾ അത് ക്യാൻസറിന് പോലും കാരണമായി മാറി വരുവാണ്. അതുകൊണ്ടാണ് എണ്ണയുടെ കുഴപ്പമല്ലത്.